ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചേച്ചി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് നല്ല 6-ാം നമ്പർ എങ്ങനെയാണ് ബേക്കറിയിൽ ഉണ്ടാക്കുക എന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചാലുണ്ടല്ലോ വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ആർക്കും പറ്റൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നാൽ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. ചെറിയൊരു മധുരമുള്ള 6-ാം നമ്പറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ മെഷീനിലേക്ക് അതിനാവശ്യമുള്ള മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ കുഴയ്ക്കാനായിട്ട് 1 കിലോ മൈദയാണ് എടുക്കുന്നെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു 200 ഗ്രാം പഞ്ചസാരയും 7 ഗ്രാം ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 100 ഗ്രാം വനസ്പതി കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കണം. നല്ല ടൈറ്റിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിലാണ് 6-ാം നമ്പർ കറക്റ്റായിട്ട് നമുക്ക് പരത്തി മേശയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുവാണെങ്കിലും അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് കുഴയ്ക്കുവാണെങ്കിലും അരമണിക്കൂർ നേരം എന്തായാലും കുഴയ്ക്കണം. അരമണിക്കൂർ കുഴച്ച മാവെടുത്ത് ഇതേപോലെ റോളാക്കി ഇടുക. എന്നിട്ട് നല്ലൊരു മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പീസസ് ആക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ പീസാക്കി ഇടുന്ന സമയത്ത് എല്ലാം ഒരേപോലെയുള്ള അളവാക്കിയിടാൻ പ്രത്യേകം നോക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാൻ. ഇനി ഓരോ പീസസും എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തിടാം. അപ്പോൾ പിന്നെ നമുക്ക് പരത്തിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഓരോ റോളും പരത്തുമ്പോൾ മേശയിൽ നന്നായിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ ഈസി ആയിട്ട് കിട്ടില്ല, മേശയിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് നൈസായിട്ട് പരത്തുക. എത്രത്തോളം നൈസായിട്ട് പരത്തുന്നോ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഇതുപോലുള്ള ചപ്പാത്തി കോലുണ്ടല്ലോ അതെടുത്തിട്ട് പരത്തുവാണെങ്കിൽ പെട്ടെന്ന് നൈസായി കിട്ടും കേട്ടോ. നിങ്ങൾ പരത്തുവാണെങ്കിൽ അതേപോലെ ചെയ്താൽ മതി. നന്നായിട്ട് നൈസായിട്ട് പരത്തിയതിന് ശേഷം ഇതുപോലൊരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം എല്ലാ ഭാഗവും ഒരേ നീളമായിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒരേ അളവും ആയിരിക്കണം കേട്ടോ. ആദ്യം നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പം നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്യുക. വലിയ 6-ാം നമ്പർ വേണമെങ്കിൽ നമുക്ക് വലുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി കട്ടറിങ്ങിനെ ചെരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ടാണല്ലോ 6-ാം നമ്പറിന് നമ്മൾ ഡയമണ്ട് കട്ട് എന്നും പറയുക. പിന്നെ ചിലവരൊക്കെ പൊട്ടിയപ്പെന്നും പറയൂലേ. നമുക്ക് കല്യാണ ഓർഡറുകളൊക്കെ ഒരുപാട് ഇതുപോലെ വരാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഓരോ പീസസും ഒരേ അളവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച 6-ാം നമ്പർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെക്കാൻ മറക്കരുത്. തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇട്ടപാട് എല്ലാം കരിഞ്ഞു പോകും കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് കട്ട കെട്ടി പോകും. നല്ലതായിട്ടാണ് 6-ാം നമ്പർ കിട്ടിയതെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ പൊള്ളച്ച് വരും കേട്ടോ. ഇനി ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ ചുമ്മാതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാമല്ലോ. ടിന്നിലൊക്കെ ആക്കി വെച്ചാൽ ഒരുപാട് കാലം ഇരിക്കും. പിന്നെ അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ. പിന്നെ അതുമല്ല, ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്താൽ നല്ലൊരു വരുമാനവും നമുക്കുണ്ടാക്കാം. എത്ര ഈസി ആയിട്ടല്ലേ നല്ല 6-ാം നമ്പർ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ ബേക്കിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ബേക്കിംഗ് ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. അടുത്ത ബാച്ച് ജനുവരി 10-നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കൂ കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.